ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു പട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ്. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ? കമന്റ് ഇട്ട ആൾക്കാരും പറഞ്ഞ നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്നെ വിളിച്ചു വരുത്തി ഞാൻ പെണ്ണുപിടിയാണോ? ഞാൻ പെണ്ണെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? മിമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. ട്രാൻസിന്റെ കാര്യമല്ല പറയാം. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് അവരെ ഇഷ്ടമാണ്. ഒരു എലിയെ പോലെ, എലിയാണെങ്കിൽ എനിക്ക് എലിയെ ഇഷ്ടമാണ്, അതൊരു ജീവിയാ, ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിഷയമാണ്. പറയുന്ന ഒരു ഐശ്വര്യയെ പോലെ ഷാരൂഖ് ഖാനെ പോലെ ഒക്കെ ഇരുന്നോട്ടെ, നമ്മള് പാവങ്ങൾ. എന്നെ ഇനി ആരും കെട്ടാനും പോകും, എന്നെ കാണാൻ കൊള്ളത്തില്ല, പല്ല് ഹാൻഡ്സ് വെച്ച പല്ല്, ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിത് ദൈവം തന്ന ഇത് ഞാൻ ഈ മുന്നോട്ട് തന്നെ പോകും ഇങ്ങനെ തന്നെ. എനിക്കിപ്പം മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, അതിനുള്ള നിർവാഹവും ഇല്ല. ഭയങ്കര കുറ്റകൃത്യ ബോഡി ഷേമിങ്. സ്ത്രീകളെ മാത്രമല്ല ആണുങ്ങളെ ബോഡി ഷേമിങ് കുറ്റകൃത്യ. പരാതി കൊടുത്താൽ പണി കിട്ടും. ആ മോനെ വഴിയാധാരമാക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ മോന്റെ വീട്ടിൽ താമസിച്ച് വളർത്തണം കാണിക്കാൻ ഈ ഒരു 100 ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലല്ല വീട്, സുജിച്ചേട്ടന്റെ 2 മക്കളുടെ പേരിലാണ് വീട്. പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കുമെന്ന് ഈ പറയുന്ന നാട്ടുകാർ എനിക്കറിയാമല്ലോ. കുറെ നാളായി ഇത് തന്നെ ഞാൻ കേൾക്കുന്നു. നമുക്ക് കെട്ടിയവരില്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ കണ്ട് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്. പൂമോളെ ആ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കത് പറയാൻ പറ്റത്തില്ല. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ അതിന്റെ വേദന. ഓക്കെ, ഇതിന്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ചു തരാം. പൊന്നു മനുഷ്യന്മാരെ, നമ്മുടെ കിച്ചുവിനെ തകർക്കാൻ രേണു കൊട്ടേഷൻ കൊടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നലെ തൂങ്ങു നാടകം, അതായത് രേണു സുധി തൂങ്ങിയെന്ന് നമ്മൾ ഇന്നലെ വാർത്ത കേട്ടു, ഞാനും അത് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അതിനെക്കുറിച്ച് അത് വന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും രേണു പറഞ്ഞിട്ടില്ല. ക്യാൻസർ ബാധിച്ച രേണു ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ടൈം ആക്റ്റീവാണ്, റീൽ ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്. ആ വരുന്ന വാർത്ത ശരിയാണോ തെറ്റാണോ ഒന്നും ആർക്കും അറിയത്തില്ല. അതായത് കിച്ചുവിനെ തെറി വിളിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ടവനല്ലേ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞത്, രേണുവിന് ക്യാൻസർ ആണ്, ഡോക്ടർമാർ കണ്ടു, ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി പിടിച്ചു വെച്ചു എന്ന്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കിച്ചുവിനെ നെഗറ്റീവ് വരുത്തണം, നമ്മുടെ കിച്ചു ഇതൊക്കെ കണ്ട് ജീവൻ എടുക്കണം, അതൊക്കെ ആയിരിക്കും ഇവറ്റകൾ ചിന്തിക്കുന്നത്. അന്നെങ്കിൽ രേണുവിന് ഒറ്റക്ക് കിട്ടുമല്ലോ ഈ വീടും പറമ്പും ഒക്കെ. കിച്ചുവിനെ ഒന്നെങ്കിൽ കൊല്ലണം, അതിനു വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണോ എന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. കിച്ചുവിനെ ഇഷ്ടമുള്ളവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് കിച്ചു പറയുന്നത് ഒന്ന് കേൾക്കാം. ഓക്കെ, അല്ലായിരുന്നു, അങ്ങനെ ഒരു പട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പാവം അല്ലേ? അതായത് ഇതിന്റെ സങ്കടം കിച്ചുവിന് മാത്രം അറിയും, ആരോരും ഇല്ലാത്തൊരു പയ്യന്. ദൈവമേ, ഈ ലോകത്ത് ഇങ്ങനെ ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് കൊടുക്കല്ലേ. അതായത് ഈ ചെറുപ്പക്കാരൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഞാൻ ആ ദാസപ്പന്റെ, ആ ദാസേട്ടൻ, കോഴിക്കോട് ദാസന്റെ വീഡിയോ ഇപ്പൊ വെച്ചു തരാം. എന്തിനു വെക്കുന്നു എന്നല്ലേ? അത് കിച്ചുവിന് ഇവറ്റകൾക്ക് എന്തും പറയാം, ഒരു പ്രശ്നമില്ല. ഒരുത്തം വന്നിട്ട് ഇന്നലെ രാവിലെ രേണു തൂങ്ങി എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ നാറി എന്നൊക്കെ വിളിച്ച്, അതിനൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. രേണുവിനെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ അത് വലിയൊരു കംപ്ലൈന്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അത് വലിയൊരു പ്രശ്നമാണ്. കിച്ചുവിന് എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല, ചോദിക്കാൻ ആളില്ല. അപ്പോൾ കിച്ചുവിന് വേണ്ടിയായിരിക്കണം പൊന്നു മനുഷ്യന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. കാരണം രേണുവിന്റെ അസുഖം അത്ര വലിയ അസുഖം, അതിപ്പോൾ എന്തായാലും പെട്ടെന്ന് സുഖമാവും. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശരിയാവുന്നതാണ്. ശരിയായാൽ അവൾ മുമ്പത്തെ പോലെ തന്നെ അരിഞ്ഞാടും, നമ്മുടെ കിച്ചുവിന് ആരും ഇല്ലാതാവും. ഓക്കെ, നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്നൊന്നായിട്ട് കേൾക്കാം. ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു കമന്റ് വന്ന് കഴിഞ്ഞാൽ തോന്നുന്നു അങ്ങനെയാണോ ശരിക്കും? ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? അല്ല, ഞാൻ ചോദിച്ചതല്ല ശരിക്കും. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ?
രസടാ, ഞാൻ ചോദിച്ച ചോദ്യമല്ലേ ഇത്? ഇത് പറയുന്നത് ഒരാളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്തത് തുല്യമാണ്. ഒരിക്കലും ഒരാൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി ഞാൻ അവിടെ കൊടുത്തോളൂ. ആ കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അത് പെണ്ണുപടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം തന്നത് ആരാ തന്നത്? ഇതുപോലത്തെ ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത്? എന്നെ പോലെ വ്യക്തിയെ നിങ്ങൾ ക്ഷണിച്ച് ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് ഇതുപോലെ ചോദ്യമാണ് എന്നോട് ചോദിക്കേണ്ടത്, അതിന് മറുപടി പറയും. കമന്റ് ഇട്ടു പറഞ്ഞ പോലെ നിങ്ങൾ പെണ്ണുപടിയാണോ ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഞാനല്ല അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് ഹേർട്ട് ചെയ്യുന്ന കമന്റ് ആണ് എന്നെ. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപടിയാണെന്ന്? ആണോ? സംശയമുണ്ടോ? എന്റെ നമുക്ക് ഇവിടെ എന്റെ സത്യസന്ധത എനിക്ക് തെളിയിക്കണം. കോഴിക്കോട് ദാസ അങ്ങയോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ രേണുവിനെ പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ ചിലർ കമന്റ് ഇടുന്നത്. ഓക്കെ, അതായത് ചുമ്മാ ആരെങ്കിലും കമന്റ് ഇടോ? അങ്ങനെ ഒരു റീൽ കണ്ടു, അതിന്റെ താഴെ കമന്റ് ഇട്ടു. ആ കമന്റ് ഇട്ടത് ശരിയാവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് മനുഷ്യന്മാർ കമന്റ് ഇടും. അതിങ്ങനെ പൊട്ടിത്തെറുക്കാൻ എന്ത്? ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അങ്ങനെയുള്ള വൃത്തികെട്ട പണിക്ക് പോകരുത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അതിനുള്ളൊരു ഉത്തരം തരേണ്ടതുണ്ട് ആക്ച്വലി. അല്ല, ശരിയാണ്, ഉത്തരം തരേണ്ട ആളാണ്. തീർച്ചയായും ഉത്തരം തരും, ആ സംശയമില്ല. ഉത്തരം ഞാൻ ഇവിടെ പറയണോ? സോറി, ആ കമന്റ് ഞാൻ കണ്ടിരുന്നു. എന്താ എനിക്കും എന്റെ ഫാമിലിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന സമൂഹത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന കുടുംബക്കാർക്കും എല്ലാവരും ഹേർട്ട് ചെയ്യുന്ന കമന്റ് തന്നെയാണ്. ദാസേട്ടൻ കോഴിക്കോട് പെണ്ണുപിടിയാണോ? ഓക്കെ, കോഴിക്കോട് ദാസം പറയുന്നത് ഇങ്ങനെ കമന്റ് ഇട്ടാൽ എന്റെ കുടുംബക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെ കെട്ടിപ്പിടിച്ചാൽ എന്ത് വിചാരിക്കും മോനെ? അതായത് ഒരു കാര്യം പറയാം, നിങ്ങൾ ചെയ്യാത്തത്, അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യുന്നില്ല, വെറുതെ എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നീ പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു കമന്റ് ഇട്ടാൽ ഓക്കെ, എനിക്കത് വാദിക്കാം. പക്ഷേ കോഴിക്കോട് ദാസൻ അത് എങ്ങനെയാണ് വാദിക്കാൻ പറ്റുന്നത്? അദ്ദേഹം കയറിപ്പിടിക്കുന്നു, അതിപ്പോ അഭിനയമാവട്ടെ എന്ത് മണ്ണാങ്കട്ടയാവട്ടെ, അദ്ദേഹം കയറിപ്പിടിക്കുന്നു, അതിന് സാധാരണക്കാരായ ജനങ്ങൾ കമന്റ് ഇട്ട് ചോദിക്കുന്നു. എന്തിന് ഇതിനൊക്കെ പൊട്ടിത്തെറിക്കുന്നത് ദാസ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഞാൻ സോഷ്യൽ മീഡിയ കുറെ ആൾക്കാർ റീൽസ് ചെയ്യുന്ന ആളാ, സ്ത്രീകളോടെ. അത് ആ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് 60 മിനിറ്റ് ചെയ്യുന്ന റീൽസ് കണ്ട് സീരീസ് നോക്കി ഇയാൾ ഒരു പെണ്ണുപിടി എന്ന് പറയാൻ പറ്റുമോ? അത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്റെ കൂടെ സ്ഥിരമായിട്ട് കുറെ കാലമായി ജോലി ചെയ്യുന്ന ആൾ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ് അയാൾ ഒരു പെണ്ണുപിടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. എന്റെ വീഡിയോസിൽ കൂടെ മാത്രം എന്നെ കാണുന്ന ഏതൊരാൾ പറയാണ് ഇയാൾ ഒരു പെണ്ണുപിടിയാണ്, അതിനെന്താ അടിസ്ഥാനമുള്ളത്? അത് ഊന്നി ചോദിക്കുന്ന സ്വഭാവമല്ലേ നിങ്ങളിവിടെ കാണിച്ചത്, എന്നോട് ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന കമന്റ്സിനും എന്തായാലും ഇതുപോലെ പ്രതികരിക്കേണ്ടി വരില്ലേ? ബാക്കി വരുന്ന കമന്റുകൾ എന്നെ ഒരിക്കലും ഇത് എന്നെ സംബന്ധിച്ച്, എന്റെ ഫാമിലിയെ സംബന്ധിച്ച്, എന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന കമന്റാ. ഇപ്പൊ സിനിമാ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സൂപ്പർ സ്റ്റാർ എത്ര നടന്മാരോടെ നായകനോട് അഭിനയിക്കുന്നില്ലേ? അവരോട് ആരും പെണ്ണുപിടി ആരും പറയുന്നുണ്ടോ? ഓക്കെ, കോഴിക്കോട് ദാസന് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഇപ്പൊ ദുൽഖർ ഒരു സിനിമയിൽ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു എന്ന് സങ്കല്പിക്കൂ. ആ നടി പിറ്റേ ദിവസം വന്ന് ഇങ്ങനെ സ്റ്റോറി ഇടലുണ്ടോ? ഇപ്പൊ രേണുവിന്റെ കഥയാണ്, അതായത് ഞാൻ ആ കമന്റ് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഈ കമന്റ് എടുത്ത് രേണു എന്തിന് റിയാക്ട് ചെയ്യുന്നു? അതായത് ഇന്ന് കോഴിക്കോട് ദാസനുണ്ട്, നാളെ വേറെ അടുത്തനെന്നൊക്കെ, അല്ല നാളെ വിളിക്കാന്ന് രേണു പറയുന്നുണ്ട്. അതിങ്ങനെ ഏതെങ്കിലും ഇന്ത്യൻ ആക്ടർ പറയുന്നുണ്ടോ? ഈ കോഴിക്കോട് ദാസനോട് ഒരു കാര്യം പറയാം, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് നോക്കിയാൽ മതി. അതായത് ഈ പറയുന്ന ഹണി റോസ് ഉൾപ്പെടെയുള്ള എല്ലാ നടിമാരുടെ കമന്റ് ബോക്സും പൊന്നു മനുഷ്യന്മാരെ കമന്റിൽ തെറി കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ അവൾ നടിയാവട്ടെ എന്താവട്ടെ, സാനിയ അയ്യപ്പന്റെ കമന്റ് ബോക്സ് നോക്ക്, തെറി കിട്ടുന്നുണ്ട്. അതായത് കമന്റ് ബോക്സിൽ അവർ നടിമാർ കുറെ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയും അവർ കാണിക്കുന്നത് കോപ്രായം, അതുകൊണ്ട് അവർ അതിനെ റിയാക്ട് ചെയ്യാൻ വരുന്നില്ല. അതിനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ദാസപ്പ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇൻസ്റ്റാഗ്രാം പോലത്തെ റീൽസ് വെറും 30 സെക്കൻഡ് 1 മിനിറ്റിന്റെ ഉള്ളിൽ അഭിനയിക്കുന്ന ഒരാളെ പെണ്ണുപിടിയൻ. അങ്ങനെ എത്ര ആൾക്കാർ റീൽസ് ചെയ്യുന്ന പല സ്ത്രീകളെ കൂടെ സ്വന്തം ഭാര്യനെ കൂടെ അല്ലാതെ റീൽസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടോ? ഇല്ലേ? ഉണ്ടോ? സ്വന്തം ഭാര്യനെ വെച്ച് മാത്രം റീൽസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ പറയും. ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീൽസ് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ശോഭിക്കുമ്പോൾ ഒരു കാര്യം ഈ പറയുന്ന ഇപ്പം ഇത്രയും വികാരം കാണും, മീൻസ് ലൈക്ക് ഇത്രയും ഷൗട്ട് ചെയ്യാണ്ട് കാര്യമുണ്ട്. പക്ഷെ ഈ കമന്റ് ഇട്ട വ്യക്തിയോട് ഇത് എന്തുകൊണ്ട് ഈ കമന്റ് ഇട്ട വ്യക്തിന്റെ സ്ക്രീൻഷോട്ട് ആണ് എടുത്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തോ? അന്നെങ്കിൽ 3 മൊബൈൽ ഫോൺ, ഒരു 4-5 മൊബൈൽ ഫോൺ എന്തായാലും മേടിക്കേണ്ടി വരും. ഓക്കെ, ഐഫോണിന്റെ ഒരു 256 GB ഉള്ള ഒരു 4-5 ഫോൺ എടുക്കേണ്ടി വരും. അത്രയും സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. അത്രയും മോശപ്പെട്ട കമന്റ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് ന്യായീകരിക്കുകയാണ്. ഇവിടെ പറയുകയാണ് ഭാര്യ അല്ലാത്തവർ റീൽസ് അഭിനയിക്കുന്നത്, എല്ലാവരും റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ കിസ് അടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടൊന്നും ആരും റീൽസ് അഭിനയിക്കുന്നത് ഞാൻ പേഴ്സണലി കാണുന്നില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ആരെട്ടോന്ന് എനിക്കറിയാം.
അപ്പൊ ഇട്ടത് ആരാണെങ്കിലും കൊണ്ടത് എനിക്കാട്ടോ. അത് ആ കിട്ട ആള് പറയുന്ന പോലെയാണ് കുട്ടീനെ മോനെ ശ്രദ്ധിച്ച് കണ്ടത്. ഡെഫിനറ്റ്ലി അല്ല. അതല്ല, ഇപ്പൊ ഞാൻ കൂളായി. ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് കുറച്ച് ഇപ്പൊ കൂളായി. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിന് മറുപടി ഞാൻ കൊടുക്കാൻ വിചാരിച്ചിരുന്നു. അത് ഈ ഇന്റർവ്യൂവിൽ പറയാൻ കഴിഞ്ഞു എനിക്ക്. തീർച്ചയായും ഒറ്റ കാര്യം കഴിഞ്ഞില്ല. റീൽസും സിനിമയും ഒരേപോലെ തന്നെയാണ്. ആര് പറഞ്ഞു റീൽസും സിനിമയും ഒരേപോലെയല്ല? ഒരു സിനിമക്ക് പോയാൽ 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കണം. റീൽസ് 30 സെക്കൻഡിൽ നോക്കി തീർക്കാം. റീൽസ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ ഒരു ചീപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പെർഫ്യൂം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റീൽസ് ഉണ്ടാക്കാം. സിനിമ എങ്ങനെയാണോ? ഒരു സിനിമ മിനിമം ഷൂട്ട് ചെയ്യാൻ 4-5 മാസം വേണ്ടി വരുന്നുണ്ട്. ഇവിടെ അത് സെയിം എന്ന് പറയുകയാണ്. അത് രണ്ടും രണ്ട് തന്നെയാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. രണ്ടും ഒരേ പ്ലാറ്റ്ഫോമായി വിചാരിക്കുന്നതാണ്. അഭിനയാണ്. സിനിമ ചെയ്യുന്ന പോലെ അടിപൊളി ക്യാമറ വെച്ചിട്ട് തന്നെ ഞങ്ങൾ റീൽസ് ചെയ്യുന്നത്. ഞാനും അടിപൊളി ക്യാമറ വെച്ച് ചെയ്യുന്നത്. അടിപൊളി ഔട്ട്പുട്ടും അടിപൊളി എഡിറ്റിംഗ് പക്കയാണ് ഞങ്ങളെ. അതുപോലെ തന്നെ സിനിമ അഭിനയം രണ്ടല്ല ഒന്നായി വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇതിന് സ്ത്രീകളോട് അഭിനയിക്കുമ്പോൾ പെണ്ണുപിടിയനായി മാറി. അപ്പൊ ഞാൻ നാളെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പെണ്ണുപിടി എന്ന് പറയാം. അത് കോഴിക്കോട് ദാസൻ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോ ഒരു കാര്യം പറയാം പൊന്നുദാസ, അതായത് സിനിമയിൽ അഭിനയിക്കുന്നവർ സിനിമയിൽ തീർന്നു. നിങ്ങൾ അങ്ങനെയാണോ? ഇതേ രേണുസുതി, അതായത് കോഴിക്കോട് ദാസൻ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ കാരണം രേണുസുതിയാണ്. കോപ്രായം കാണിച്ചിട്ട് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അതിനെ ന്യായീകരിച്ചിട്ട് നിങ്ങൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് ആവുന്നത്. ഇതിന്റെ ഒരു ഉത്തരം ഈ പറയുന്ന കോഴിക്കോട് ദാസൻ തരണം. ഏതെങ്കിലും ഒരു നടി ഇങ്ങനെ കമന്റ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? രേണു റിയാക്ട് ചെയ്യുന്നത് പോലെ? എന്തൊരു പൊട്ടത്തരാണ് ഈ പറയുന്ന ദാസപ്പം പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതാണ് കമന്റ് എടുക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുണ്ട്, പോയി പണി നോക്കുക. അത്രേ ഉള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ പണി നോക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിച്ച സ്റ്റേറ്റ്മെന്റിനോട് എന്തിനാണ് റിയാക്ട് ചെയ്തത്? റിയാക്ട് ഞാനൊരു മനുഷ്യനാണ്. എന്നെ ഹേർട്ട് ചെയ്ത സംഗതി ഞാൻ പ്രതികരിക്കും. പ്രതികരണ ശേഷി ഇല്ലാത്ത മനുഷ്യനാണോ സൂര്യ? ആണോ? ഒരിക്കലല്ല. പ്രതികരണം എവിടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രതികരണം വരും. അല്ലെങ്കിൽ ആൾ പൊട്ടനാണ്. പ്രതികരണം എവിടെയെങ്കിലും വരും. ഏതെങ്കിലും ഒരു സംഗതിയിൽ അയാൾക്ക് ശോഭിക്കപ്പെടേണ്ട അവസ്ഥ വരും. തീർച്ചയായും രേണു പറഞ്ഞല്ലോ, രേണുവിന് എത്രയോ കമന്റുകൾ ഹേർട്ട് ചെയ്യാതെ പോയി. പക്ഷെ രേണുവിന് തെറി വരുമ്പോൾ രേണുവിന് ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്കും എന്നെ മോശമായി വിചാരിക്കും. അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ട്. ആ സ്റ്റോറി നോക്കിയാൽ കാണാം. നിശബ്ദതയാണ് ഒരു മനുഷ്യന്റെ പ്രതികരണം. അല്ല, ഇതെന്തൊരു കഷ്ടപ്പാടാണ് അല്ലെ? ഇത് രേണു ഇപ്പൊ ക്യാൻസർ ആണ്, പിന്നെ എന്തിനാണ് ബ്രോ ഇപ്പൊ ഇതിനെടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് കുറെ പേര് പറയും. കിച്ചുവിന് അവർക്ക് എന്തും ചെയ്യാനല്ലേ? കിച്ചുവിനെ കുറിച്ചിട്ട് ഇന്നലെ പറഞ്ഞത് രേണു തൂങ്ങി എന്ന് പറഞ്ഞത്, കിച്ചുവിനെ തെറി വിളിച്ചിട്ട് അവർക്ക് എന്തും ചെയ്യാം. രേണുവിനെ കുറിച്ച് നമുക്കൊന്നും പറയാം. അതിന് വേണ്ടിയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് കോപ്രായം കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വരിക. ഇവറ്റകൾക്ക് എന്തും ചെയ്യാം. അതിനെ പിടിച്ച് റിയാക്ട് ചെയ്യുന്ന തെറ്റാണ്. അതിനെക്കുറിച്ച് ദാസേട്ടാ നിങ്ങൾ അഭിനയം നല്ലതായിരുന്നു, നിങ്ങൾ കെട്ടിപ്പിടിച്ചതല്ല അത് അഭിനയോ, അങ്ങനെ നമ്മൾ കമന്റ് ഇടണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തെറ്റ് ചെയ്താൽ അത് തെറ്റെന്ന് പറയും, ഇനിയും പറയും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതല്ലാതെ വേറെ സോങ് ചെയ്യാമായിരുന്നു. ഏത് രേണു ചേച്ചിയുടെ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റാണ്. ഇതിനെ കുറിച്ച് എന്റെ ദൈവമേ, ഞാൻ ഏത് സോങ് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? റീൽസ് അത് ഈ പറഞ്ഞ ഇവനോ ആണോ തീരുമാനിക്കുന്നത് ഞാൻ ഏത് സോങ് ചെയ്യണോന്ന്? മക്കളെ പോറ്റാനാണ് റീൽ ചെയ്യുന്ന മക്കളെ പോറ്റാനാണ്. രേണുവേ, നീ എങ്ങനെ റീൽസ് ചെയ്യണമെന്ന് നീ തീരുമാനിക്കും, ശരിയാണ്. അതിന് താഴെ എങ്ങനെ കമന്റ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു കാര്യം പറയാം, തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് കമന്റ് ഇടുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. അല്ലാതെ ബാഡ് ആയിട്ടുള്ള വാക്ക് പറഞ്ഞിട്ട് കമന്റ് ഇടുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. അല്ലാതെ നോർമലായി നെഗറ്റീവ് കമന്റ് ഇടുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ തീരുമാനിക്കും. ഓക്കെ? അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന റീൽസ് ഒക്കെ പുണ്യാളമാണ്, നല്ലതാണ്, നിങ്ങൾക്ക് അവാർഡ് തരണം, മറ്റേ തരണം, മറിച്ച് തരണമെന്നും ഞങ്ങൾ പറയത്തില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവർക്ക് കമന്റ് ഇടാം. ഞാൻ ചോദിക്കട്ടെ, ഫേക്ക് ഐ ഡി ആണ് ഒരു മനുഷ്യനാണല്ലോ കമന്റ് ഇട്ടത്? മക്കളെ പോറ്റാൻ റീൽ ചെയ്യുന്ന ആരെവിടെ പറഞ്ഞു? ഞാൻ പ്രൊഫഷണലായിട്ട് ആർട്ടിസ്റ്റ് ആണ്. ഞാനൊരു നാടക ആർട്ടിസ്റ്റ് ആണ്. ആ നാടകം ചെയ്യുന്നത് എന്റെ പ്രൊഫഷണലാണ്. ഞാൻ എന്റെ മക്കളെ പോറ്റാൻ തന്നെയാണ്. റീൽ ചെയ്യുന്നത് എന്റെ ഇഷ്ടമല്ല. ഏത് പാട്ടിടണം, വയറെ പിടിക്കുന്ന സ്ഥലത്ത് അത് അഭിനയമാണ്. അത് 4 പേരെ അല്ലെ ക്യാമറയുടെ മുന്നിലാണ്. അല്ലെ പാത്ത് പോയിരുന്ന് വയറെ പിടിക്കുകയല്ല ചെയ്തത്. അവരെങ്ങനെ പാത്ത് പോയിരുന്ന് പിടിക്കുന്ന പോലാണ് ഇവരൊക്കെ. ഇത് അഭിനയമാണ്, ആക്ടിങ് അല്ലേ? എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു സ്ത്രീയുടെ പള്ളക്ക് കയറി പിടിക്കുന്ന അഭിനയമാണോ? അതായത് ഒരു അരമണിക്കൂറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. നമുക്ക് ഒരു 4 മിനിറ്റിന്റെ ഒരു ഗാനം ഇവറ്റകൾ അഭിനയത്തിന്റെ പേര് പറഞ്ഞിട്ട് 4 മിനിറ്റിന്റെ ഗാനം പറയുന്നുണ്ട്. അതിൽ മുക്കാലും വൃത്തികേടാണ്. പറഞ്ഞാൽ കൂടിപ്പോവും രേണുവേ.
പറയിപ്പിക്കുന്നതാണ്. ആ പാവം കിച്ചുവിന്റെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കുന്നുണ്ടാണ് പറയുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്തൊക്കെ കോപ്രായമാണ് ആ പാവം കിച്ചുവിനെ തകർക്കാൻ നിങ്ങളാക്കുന്നത്. അതുകൊണ്ട് ഇനിയും എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര നെഗറ്റീവ് ആയാലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പൊ ചേച്ചി ബോഡി ഷേമിങ്ങും ഇതിന്റെ വലിയൊരു ഘടകമാണ്. അതിപ്പം ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റ് വായിച്ചു തരാം അല്ലേ. അത് ഹേർട്ട് ആയി കഴിഞ്ഞാൽ സോറി, ഞാൻ സൂര്യ പറഞ്ഞോളൂ, ഞാൻ അവരെയാണ് പ്രതികരിച്ചത് കേട്ടോ. സൂര്യ സത്യം പറയാലോ, മിമിക്രി ഷോയിലെ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന്. ആണെന്ന് തോന്നുന്നില്ല. ശരീരം കാണാൻ മോശമില്ല, മുഖമൊന്നും കൊള്ളില്ല. ഫേക്ക് ആണോ ഇത്? എനിക്ക് ഫേക്ക് ആണെന്ന് തോന്നുന്നു. പറയുന്ന ഒരു ഐശ്വര്യ പോലെ ഷാരൂഖ് ഖാനെ പോലെ ഒക്കെ ഇരുന്നോട്ടെ. നമ്മൾ പാവങ്ങൾ, നമ്മളിങ്ങനെ ഇരുന്നാൽ നമുക്ക് ഒരു വിഷയമില്ല. എന്നെ ഇനി ആരും കെട്ടാനും പോകുന്നില്ല, ഞാൻ ആരും കെട്ടാനും പോകുന്നില്ല. പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിത് ദൈവം തന്ന ഇത് ഞാൻ ഈ മുന്നോട്ട് തന്നെ പോകും ഇങ്ങനെ തന്നെ. എനിക്കിപ്പോ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, അതിനുള്ള നിർവാഹവും ഇല്ല. അതുകൊണ്ട് വിഷയമില്ല, അത് വിട്ട് അവര് വലിയ സൗന്ദര്യമുള്ളവർ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം, അത് അവരുടെ സന്തോഷം. ഓക്കെ, കോലത്തിൽ കളിയാക്കിയത് ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെ കമന്റ് ഇടണ്ട നിങ്ങൾ. അതായത് നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കുറവുണ്ടാവും. ഓക്കെ, ബാക്കി കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, രേണുവിന് കുറെ വിവാദം, രേണു നെഗറ്റീവിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ പ്രതികരിക്കുന്ന സമയത്ത് മറ്റു സ്ഥലത്ത് പ്രതികരണശേഷി അവിടെ കൂടും. രേണു പിന്നെയും പ്രതികരണശേഷി കൂടും. നെഗറ്റീവ് പ്രതികരണശേഷി കൂടുമ്പോൾ കൂടുതൽ കമന്റുകൾ വരും. അത് സ്വാഭാവികം. അത് രേണുവിന്റെ ഇഷ്ടമാണ് കേട്ടോ പ്രതികരിക്കുന്നത്. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. രേണുവിന്റെ ഇഷ്ടമാണ് പ്രതികരിക്കാനുള്ളത്. പക്ഷെ പ്രതികരണശേഷി വരുന്നതാണ് കൂടുതൽ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്ത് കാത്തിക്കുക, അടുത്ത നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട്. ആ രീതി കണ്ടാൽ മതി, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വരുന്ന ആൾക്കാരെ ഇങ്ങനെ അത്രയും ഇങ്ങനെ ആണ് പെൺവേഷം കിട്ടിയതാ, ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമാണ്. ട്രാൻസിന്റെ കാര്യമല്ല പറയുന്നത്, എനിക്ക് അവരെ ഇഷ്ടമാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിനു മുന്നേ കേട്ടു ജിഷ ചേച്ചിയുടെ അമ്മേനെ പോലെ, ഞാൻ ജിഷ ചേച്ചി പെരുമ്പാവൂരും, ആ ചേച്ചിയുടെ അമ്മേനെ പോലെയാണ്. അത് എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് അവരെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിനകത്ത് കമന്റ് എലിയെ പോലെ, എലിയാണ് എനിക്ക് എലിയെ ഇഷ്ടമാണ്, അതൊരു ജീവിയാ, ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിഷയമാണ്. തെറി വിളിക്കരുത്. ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി. എന്നെ കാണാൻ കൊള്ളത്തില്ല, പല്ല് ഹാൻഡ്സ് വെച്ച പല്ല്, ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ രേണുവിനേക്കാളും പ്രശ്നങ്ങളുള്ള എത്രയോ പേര് സോഷ്യൽ മീഡിയയിലുണ്ട്. ആരും എന്തുകൊണ്ടാണ് അവരെ കളിയാക്കാത്തത്, അവരുടെ കുറവ് പറയാത്തത്? അതായത് അവരുടെ നിലക്ക് നടക്കുന്നത് കൊണ്ടാണ്. പൊന്നുമനുഷ്യന്മാരെ, ഞാൻ നാളെ തൊട്ട് വെറുതെ പ്രശ്നമുണ്ടാക്കിയാൽ എൻ്റെ എന്തെങ്കിലും ഇഷ്ടം പോലെ കുറവുകളുണ്ട്, അതൊക്കെ ഒന്നൊന്നായിട്ട് എല്ലാവരും വിളിച്ചു പറയും. അല്ലാതെ ഞാൻ മാന്യമായിട്ട് നടന്നാൽ ആരും ഒന്നും പറയത്തില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷേ അവരൊക്കെ പറയുന്നത് വലിയ സൗന്ദര്യമുള്ളവരായിരിക്കും, ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇത്, അവരുടെ ഇത്. പക്ഷെ തെറി വിളിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലെ, ഇത്രയും നമ്മൾ ബോഡി ഷേമിങ് ചെയ്ത് ശരിക്കും മറ്റുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര വലിയ മോശമായിട്ടുള്ള ഭയങ്കര കുറ്റാണ്. ബോഡി ഷേമിങ് നമ്മൾ തടിച്ചിരിക്കുകയാണെങ്കിൽ സ്ത്രീകളെ മാത്രമല്ല, ആണുങ്ങളെ ബോഡി ഷേമിങ് കുറ്റകൃത്യ. അതാണ് ദാസേട്ടാ, എനിക്കൊരു കാര്യം പരാതി കൊടുത്താൽ പണി കിട്ടും. ഇപ്പം ഞാനൊരു കാര്യം പറയാം, എല്ലാ രീതിയിലും ബോഡി ഷേമിങ് കേട്ടു. തടിച്ചാണല്ലോ, മെലിഞ്ഞിരുന്നാ ചോദിക്കും നീ എന്തെങ്കിലും മെലിഞ്ഞിരിക്കുന്നത്, എന്നാൽ നീ എന്താ നന്നായിട്ട് കഴിക്കും, നീ ഇത്രയും കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന് ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു സൗന്ദര്യത്തിലാണോ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് എനിക്കൊന്നും പറയാനില്ല. എന്താ ദാസേട്ടന് പറയാനുള്ളത്? സൗന്ദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, മനസ്സാണ് പ്രധാനം. അതെ, മനസ്സിലാണ്. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കി ഒരു കുഴപ്പം എവിടെയും വരില്ല. അതായത് സൗന്ദര്യ സങ്കല്പങ്ങള്, അതുപോലെ തന്നെ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾ, മറ്റവൻ എന്താ ചെയ്യുന്നത്, അവൻ എങ്ങനെ പണി കൊടുക്കാൻ പറ്റുക, അതൊന്നും ഞാൻ ചിന്തിക്കില്ല. ഞാൻ നേരെ പണി കൊടുക്കാൻ നേരെ പോയി കൊടുക്കും, പണി കൊടുത്തില്ല നേരം കൂടി വരും. ഞാൻ ചിന്താഗതിക്കാരനാണ്. എനിക്ക് അങ്ങനെ വളഞ്ഞു വഴിയൊന്നുമില്ല. എനിക്ക് സൗന്ദര്യം കണ്ട് മോഹിക്കുന്ന ആളല്ല. എനിക്ക് സൗന്ദര്യത്തിന് പ്രധാനം മനസ്സാണ് പ്രധാനം. രണ്ടാൾക്കാരുടെ മനസ്സാണ് പ്രധാനം. അത് എത്ര കണ്ട് അടുത്തുണ്ടോ അതിനാണ് സ്നേഹം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. മനസ്സിലായി? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആഗ്രഹിക്കുന്ന ആളല്ല. എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് വരാൻ പാടില്ല. ഓക്കെ, ഇനിയും രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കോണ്ടന്റെങ്കിലും ചെയ്യും. കാരണം പൊന്നു മനുഷ്യന്മാർ, ആ പാവപ്പെട്ട കിച്ചുവിനെ ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. അനക്ക് നല്ല ദേഷ്യം വന്നത്, രേണു 24 hours ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്. അത് രേണു അല്ലെങ്കിലും മാനേജർ ആണെങ്കിലും ആരാണെങ്കിലും. അതായത് നമുക്ക് 3 ചോദ്യത്തിന് ഉത്തരം അവർ തരണം. ഒന്ന്, ഞാൻ ഇന്നലെ തെളിയിച്ചു, അതായത് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഫേക്ക് സ്ക്രീൻഷോട്ടാണ്, എല്ലാം 20-20 സമയമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആയത്, 500 സബ്ബായിട്ട് 600 സബ്ബാവാൻ 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, ഇത് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്ന് പുറത്ത് വന്നപ്പോൾ അതിൻ്റെ റീപ്ലൈ അവർ തന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഇന്ന് രാവിലെ ഒരുത്തൻ തൂങ്ങി എന്ന് പറയുന്നുണ്ട്, അതായത് രേണു സുധി തൂങ്ങി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ തരുന്നില്ല. പിന്നീട്
കിച്ചു എൻ്റെ മോനാണ് എന്ന്, വളർത്തുമകനാണെങ്കിലും എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടാണ് രേണു സുധി നടക്കുന്നത്. ആ ഈ പറയുന്ന കിച്ചുവിനെ നാറി 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 എന്ന് വിളിച്ചപ്പോൾ ഈ പറയുന്ന രേണു അതിനും ഒരു ഉത്തരം തന്നിട്ടില്ല. യഥാർത്ഥ ഒരു അമ്മയാണെങ്കിൽ മക്കളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യും, മക്കൾ അറിയാതെ, ഇപ്പൊ കിച്ചുവിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഇപ്പൊ കിച്ചു അറിയാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു അമ്മ എന്ന സ്ഥാനത്ത് മകനെ നാറി 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 എന്ന് ഒരാൾ വന്ന് വിളിച്ച് പറയുമ്പോൾ ഒരമ്മക്ക് അതിനെ തിരുത്താനുള്ള അവകാശമുണ്ട്. വയ്യാത്തമ്മ മിണ്ടാപ്രാണിയെ പോലെ കിടന്നെങ്കിലും ഓക്കെ. ഇവിടെ അങ്ങനെയല്ല. 24 മണിക്കൂറും സ്റ്റോറി ഇടാനും ഈ പറഞ്ഞ റീൽസ് ഉണ്ടാക്കാനും രേണുവിന് പറ്റുന്നുണ്ട്. ഇതിനൊന്നും പ്രതികരിക്കാനാണ് പറ്റാത്തത്. അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. പൊന്നുമനുഷ്യന്മാരെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി ഇടാൻ വരാം. ഓക്കെ, ബൈ.